ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിന് പോകുന്ന സമയത്ത് അക്കൗണ്ടിങ് എന്താണ്, അതിന് ഡെഫിനീഷൻ എന്താണ് എന്നൊക്കെ നോക്കി പോകുന്നത് വളരെ നമുക്ക് ഹെൽപ്പായിരിക്കും. കാരണം നമുക്കിത് ഒരുപാട് സ്ഥലത്ത് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം അക്കൗണ്ടിങ് എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, അനലൈസിങ്, റിപ്പോർട്ടിംഗ് ബിസിനസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. നമ്മുടെ ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും അനലൈസിങ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു മീനിങ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനീഷൻ നോക്കാം. AICPA ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ്ങിനെ, അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ and in terms of money transactions and events which are part at least of financial character and interpreting the result thereof. അതായത് അക്കൗണ്ടിങ്, അത് AICPA എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും അനലൈസിങ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ടാണെന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോണിറ്ററി, അതായത് ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ഇതിൽ എൻറ്റർ ചെയ്യുള്ളൂ, അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇതിൽ എൻറ്റർ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മീനിങ് എന്താണെന്ന് മനസ്സിലായി. ദെൻ ഡെഫിനീഷൻ നോക്കി. ഇനി നമുക്കിതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അതായത് അക്കൗണ്ടിങ് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എക്കണോമിക് ഇവൻ്റ് ആണ്. അതായത് എക്കണോമിക് ഇവന്റ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്താണെങ്കിലും അറിയാം എന്താണ്, അതിൽ ക്യാഷ് റിലേറ്റഡ് ആണ്. സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, കടത്തിന് വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ്, ക്യാഷ് ഇൻവോൾവ് ആണ് അല്ലേ. അപ്പോൾ പൈസ കൈമാറ്റം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് അക്കൗണ്ടിങ്ങിൽ കൂടുതലായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എക്കണോമിക് ഇവന്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ എന്തൊക്കെ റെക്കോർഡ് ചെയ്യാം, എന്തൊക്കെ റെക്കോർഡ് ചെയ്യരുത് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതായത് മണി വാല്യൂ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ബുക്സിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ. തേർഡ് എന്താണ് ഫീച്ചർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഉണ്ട്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ മോട്ടീവ് എന്താണ്, പ്രോഫിറ്റ് ആണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് അല്ല അല്ലേ. ദെൻ ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഫോർമാറ്റ്. അതായത് നമ്മുടെ ഈ അക്കൗണ്ടിങ് ആവശ്യമുള്ള കുറേ ആളുകളുണ്ട്, അത് ഓർഗനൈസേഷൻ അകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകൾക്കും ആവശ്യമുണ്ട്. അതായത് ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആരൊക്കെ വരും, മാനേജേഴ്സ് വരും, ഓണേഴ്സ് വരും, എംപ്ലോയീസ് വരും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരും, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എക്സ്റ്റേണൽ എന്ന് പറയുന്ന സമയത്ത് കസ്റ്റമേഴ്സ്, ഗവൺമെൻറ്, ലേബർ യൂണിയൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി, ബാങ്ക് ഡെപ്റ്റേഴ്സ്, അപ്പം ഇതൊക്കെ വരും. അപ്പം നമ്മൾ എപ്പോഴും ഈ ഇന്റേണൽ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അതിൻ്റെ വ്യത്യാസം മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് തന്നിട്ട് ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആരൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം.